ഹലോ, എല്ലാവർക്കും പഞ്ചതന്ത്ര സീരീസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ എവിടെയാ പറഞ്ഞു തന്നതെന്ന് ഓർമ്മയുണ്ടോ? ദമനകൻ കരടകന് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആ കഥയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണാൻ പോകുന്നത്. കഥയുടെ പേര് ദേവശർമ്മയും ആഷാഢഭൂതിയും. വിജനമായ ഒരു പ്രദേശത്ത് ഒരു സന്യാസി മഠം ഉണ്ടായിരുന്നു. അവിടെ ദേവവർമ്മ എന്നൊരു സന്യാസി ഒറ്റയ്ക്ക് താമസിച്ചിരുന്നു. അനവധി ഭക്തജനങ്ങൾ പതിവായി മഠം സന്ദർശിച്ചു പോന്നു. വരുന്നവരെല്ലാം എന്തെങ്കിലും വിശിഷ്ട പദാർത്ഥങ്ങൾ കൊണ്ടുവരാതിരിക്കില്ല. വിലപിടിച്ച വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, പാത്രങ്ങൾ, അങ്ങനെ പലതും സന്യാസിയുടെ കൈവശം എത്തിച്ചേർന്നു. അദ്ദേഹം അവയെല്ലാം വിറ്റു വളരെയേറെ പണം സമ്പാദിച്ചു. പണം കൈവശമായപ്പോൾ അദ്ദേഹത്തിന് ഒരാളെയും വിശ്വാസമില്ലാതായി. പണസഞ്ചി താഴെ വയ്ക്കാതെ സൂക്ഷിച്ചുകൊണ്ട് നടന്നു. അത് അങ്ങനെ അല്ലാതെ വരാൻ വയ്യ. പണം സമ്പാദിക്കാൻ ദുഃഖം, സമ്പാദിച്ചത് സൂക്ഷിക്കാൻ ദുഃഖം, ചിലവിടാൻ ദുഃഖം. പണം കൊണ്ട് ദുഃഖം മാത്രമേ ഉള്ളൂ നേട്ടം. ആഷാഢഭൂതി എന്നൊരു കള്ളനും ഭക്തജനങ്ങളുടെ കൂട്ടത്തിൽ മഠത്തിലെത്തിയിരുന്നു. അയാൾ ദേവശർമ്മയുടെ പണസഞ്ചി കണ്ട് വിചാരിച്ചു, എങ്ങനെയെങ്കിലും ഇത് തട്ടിയെടുക്കണം. അതിനെന്താണ് വഴി? മഠത്തിലെ ഭിത്തി തുറന്ന് അകത്ത് കടക്കാമെന്ന് വെച്ചാൽ അത് സാധ്യമല്ല. നല്ല ഉറപ്പുള്ള കരിങ്കൽ ചുമരുകളാണ്. ജനാലകളാണെങ്കിൽ വളരെ ഉയരത്തിലുമാണ്. സേവ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ശിഷ്യനായി കൂടി അവസരം നോക്കിയിരിക്കാം. ഇങ്ങനെ നിശ്ചയിച്ച് ആഷാഢഭൂതി ദേവശർമ്മയെ സമീപിച്ചു. ഓം നമഃശിവായ എന്ന് പറഞ്ഞ് നമസ്കരിച്ച് വണക്കത്തോടുകൂടി പറഞ്ഞു, ഭഗവാൻ, ഈ ലോകം എത്രയോ നിസ്സാരമാണ്. അങ്ങ് ദയ വിചാരിച്ച് എന്നെ ഈ സംസാര സാഗരത്തിൽ നിന്നും കരകയറ്റി തരണം. ഇത് കേട്ട് ദേവശർമ്മ ആദരപൂർവം പറഞ്ഞു, ഉണ്ണി, നീ ധന്യൻ തന്നെ. ഈ ചെറുപ്പത്തിലെ വിവരമുണ്ടായല്ലോ. ഇളം പ്രായത്തിൽ തന്നെ ശാന്തനായി തീരുന്നവനാണ് യഥാർത്ഥത്തിൽ ശാന്തൻ. ഉണ്ണി, ഞാൻ അനുഗ്രഹിക്കാം. എന്നാൽ ചില നിബന്ധനകളുണ്ട്. നീ രാത്രി മഠത്തിലേക്ക് കടക്കരുത്. യതികൾക്ക് ആരോടും സമ്പർക്കം പാടില്ലല്ലോ. നിനക്കും എനിക്കും അതാണ് വിധിച്ചിട്ടുള്ളത്. അതിനാൽ നീ വ്രതദീക്ഷയെടുത്ത് മഠത്തിന് പുറത്ത് പുൽക്കുടിൽ വെച്ച് അതിൽ കിടന്നാൽ മതി. ഗത്യന്തരമില്ലാതെ ആഷാഢഭൂതി സമ്മതിച്ചു. ദേവശർമ്മ അയാളെ അനുഗ്രഹിച്ച് ശിഷ്യനായി സ്വീകരിക്കുകയും ചെയ്തു. അയാൾ ദേവശർമ്മയുടെ കൈകാലുകൾ തലോടുക മുതലായ ശുശ്രൂഷകൾ എപ്പോഴും ചെയ്ത് ചെയ്ത് പ്രിയം നേടി. എന്നിട്ടും മുനി സൂക്ഷിച്ചു വെച്ചിരുന്ന പണസഞ്ചി കൈവിട്ടില്ല. അങ്ങനെ അനവധി ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ആഷാഢഭൂതി മടുപ്പോടെ ആലോചിച്ചു, അയ്യോ, ഇതെന്തൊരു കഷ്ടം. ഇയാൾക്ക് ഇനിയും എന്നെ വിശ്വാസമില്ലെന്നോ? ഇനി എന്താണ് ചെയ്യുക? വല്ല ആയുധവും കൊണ്ട് ഇയാളെ കൊന്നുകളഞ്ഞാലോ? വിഷം കൊടുത്താലോ? അല്ലെങ്കിൽ മൃഗങ്ങളെ കശാപ്പു ചെയ്യും പോലെ വെട്ടിനുറുക്കിയാലോ? അയാൾ ഇങ്ങനെയൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദേവശർമ്മയുടെ ഒരു പഴയ ശിഷ്യന്റെ മകൻ ഗ്രാമത്തിൽ നിന്ന് വന്നു. തന്റെ ഗ്രഹത്തിൽ പിറ്റേന്ന് ഉണ്ണിയുടെ ഉപനയനമാണെന്നും അതിനു വന്ന് തന്നെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്നും അയാൾ ദേവശർമ്മയെ ക്ഷണിച്ചു. പിറ്റേന്ന് ദേവശർമ്മ ആഷാഢഭൂതിയെയും കൂട്ടി സന്തുഷ്ടചിത്തനായി പുറപ്പെട്ടു. വഴിക്ക് ഒരു പുഴയുടെ കരയിലെത്തി. അപ്പോൾ ദേവശർമ്മ പണസഞ്ചി കാവ്യവസ്ത്രത്തിൽ ഭദ്രമായി പൊതിഞ്ഞു വച്ച ശേഷം കുളിച്ച് ദേവപൂജ നടത്തി ആഷാഢഭൂതിയോട് പറഞ്ഞു, എടോ, ഞാനൊന്ന് നടന്നു വരാം. അതുവരെ എന്റെ ഈ വസ്ത്രഭാണ്ഡം നല്ലവണ്ണം കാത്തു സൂക്ഷിക്കണം. ഇതും പറഞ്ഞ് അദ്ദേഹം മണൽപ്പുറത്തുകൂടി നടന്നു. അദ്ദേഹം ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞ ഉടൻ ആഷാഢഭൂതി പണസഞ്ചിയും എടുത്ത് ഓടിപ്പോയി. ദേവശർമ്മയാകട്ടെ ആഷാഢഭൂതിയുടെ ഗുണഗണങ്ങളിൽ പൂർണ്ണമായ വിശ്വാസം ജനിച്ചിട്ടുണ്ടായിരുന്നതിനാൽ യാതൊരു വിധത്തിലുള്ള സംശയവും തോന്നിയില്ല. ദേവശർമ്മ നടന്നു പോകുന്ന വഴി രണ്ട് ആടുകൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് കണ്ടു. ആടുകൾ അതിക്രോധത്തോടുകൂടി കുറെ ദൂരം പിന്നോക്കം പോവുകയും പിന്നെ മുൻപോട്ടാഞ്ഞു വന്ന് നെറ്റുകൾ തമ്മിൽ ഇടിക്കുകയും ചെയ്തു. അങ്ങനെ അവ യുദ്ധം ചെയ്യുമ്പോൾ ധാരാളം ചോര ഒഴുകി വന്നു. അപ്പോൾ ഒരു കുറുക്കൻ അവിടെ എത്തി ആ ചോര നക്കിക്കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് ദേവശർമ്മ ആലോചിച്ചു, കഷ്ടം തന്നെ, ഈ കുറുക്കന് ബുദ്ധിയില്ല. ഈ ആടുകൾ കൂട്ടിയിടിക്കുമ്പോൾ ഇടയിൽപ്പെട്ടു പോയാൽ അവൻ തീർച്ചയായും മരിച്ചു പോകും. താമസിയാതെ തന്നെ കുറുക്കൻ ചോരക്കൊതി സഹിക്കവയ്യാതെ ആടുകൾ ഇടിക്കുന്നതിന്റെ നടുക്ക് ചെന്ന് പെടുകയും തല ചതഞ്ഞ് ചാവുകയും ചെയ്തു. ദേവശർമ്മ അത് കണ്ട് അനുകമ്പയോടെ ഓരോന്ന് വിചാരിച്ചുകൊണ്ട് പുഴക്കടവിലേക്ക് മടങ്ങി.
നോക്കുമ്പോൾ ആഷാഢപുതിയെ കാണുന്നില്ല, പണസഞ്ചിയും കാണാനില്ല, കാവ്യ വസ്ത്രക്കെട്ട് മാത്രമുണ്ട് അവിടെ. അദ്ദേഹം ആഷാഢഭൂതിയെ തിരഞ്ഞു പുറപ്പെട്ടു. നടന്നു നടന്ന് സന്ധ്യയായപ്പോൾ ഒരു ഗ്രാമത്തിലെത്തി. അപ്പോൾ ഒരു ചാലിയൻ കള്ളു കുടിക്കുന്നതിനായി ഭാര്യയോടൊപ്പം അങ്ങാടിത്തെരുവിലേക്ക് പോകുന്നത് കണ്ട് ദേവശർമ്മ അയാളോട് ചോദിച്ചു, സൂര്യൻ അസ്തമിക്കാറായി. ഞാൻ ഈ ഗ്രാമത്തിൽ ആരെയും അറിയുകയില്ല. താങ്കൾ എന്നെ അതിഥിയായി സ്വീകരിക്കണം. സന്ധ്യാസമയത്ത് ഗ്രഹത്തിൽ വരുന്ന അതിഥിയെ സൽക്കരിക്കുന്നവൻ ദേവനായി തീരുമെന്നാണല്ലോ ചൊല്ല്. അത് കേട്ട് ചാലിയൻ ഭാര്യയോട് പറഞ്ഞു, പ്രിയേ, നീ ഈ വന്ധ്യനായ അതിഥിയെയും കൊണ്ട് വീട്ടിലേക്ക് മടങ്ങിക്കോളൂ. ഇദ്ദേഹത്തിന് കാലു കഴുകാൻ നല്ല വെള്ളവും കഴിക്കാൻ സ്വാദുള്ള ഭക്ഷണവും കിടക്കാൻ മിനുസമുള്ള മെത്തയും കൊടുത്ത് സൽക്കരിക്കുക. നീ അവിടെ തന്നെ ഇരുന്നാൽ മതി. ഞാൻ വരുമ്പോൾ നിനക്ക് ധാരാളം കള്ളു കൊണ്ടുവന്ന് തരാം. ചാലിയന്റെ ഭാര്യ അത്ര നല്ല ഒരാളായിരുന്നില്ല. അവർക്ക് മറ്റൊരുത്തനുമായി അടുപ്പമുണ്ടായിരുന്നു. അവൾ ഭർത്താവിന്റെ വാക്കുകേട്ട് പുഞ്ചിരി തൂകി ദേവശർമ്മയെയും കൂട്ടി വീട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയ ഉടൻ അവൾ കിടക്കയോ വിരിപ്പോ ഒന്നുമില്ലാത്ത ഒരു ഒടിഞ്ഞ കട്ടിൽ ദേവശർമ്മയ്ക്ക് കിടക്കാൻ കൊടുത്തു. ഭഗവൻ, എന്റെ ഒരു പ്രിയ സഖി അടുത്ത ഗ്രാമത്തിൽ നിന്ന് വന്നിട്ടുള്ളതായി അറിയുന്നു. അവളെ ഒന്ന് കണ്ട് വേഗം തിരിച്ചു വരാം. അങ്ങ് വീട് നോക്കിയിരുന്നു കൊള്ളുക. ഞാൻ തിരിച്ചു വന്നതിന് ശേഷം ചോറ് വിളമ്പി തന്നുകൊള്ളാം. അവൾ അണിഞ്ഞൊരുങ്ങി കാമുകനായ ദേവദത്തനെ കാണുവാൻ ഇറങ്ങി. അപ്പോഴേക്കും അവളുടെ ഭർത്താവ് കള്ളു കുടിച്ച് വെളിവുകെട്ട് കാലിടറിക്കൊണ്ട് കൈകളിൽ കള്ളിൻ കുപ്പികളുമേന്തി നേരിട്ട് വന്നു. അയാളെ കണ്ടപ്പോൾ അവൾ വളരെ വേഗം പിന്തിരിഞ്ഞോടി വീട്ടിലെത്തി ചമയങ്ങളൊക്കെ അഴിച്ചുവെച്ച് അടുക്കളയിൽ പോയി ഭക്ഷണം പാകം ചെയ്യാൻ ആരംഭിച്ചു. ചാലിയൻ അവൾ അണിഞ്ഞൊരുങ്ങി വരുന്നതും തന്നെ കണ്ടപ്പോൾ തിരിഞ്ഞോടിയതുമെല്ലാം കണ്ടു. അവളെപ്പറ്റി പലരും പലപ്പോഴും പറഞ്ഞിട്ടുള്ള അപവാദങ്ങളൊക്കെ അയാൾക്ക് ഓർമ്മ വന്നു. അയാൾ കോപത്തോടുകൂടി വീട്ടിലെത്തി അവളെ വിളിച്ചു. എടി പാപി, നീ എങ്ങോട്ടാണ് ചമഞ്ഞൊരുങ്ങി പുറപ്പെട്ടു പോയിരുന്നത്? അവൾ മറുപടി പറഞ്ഞു, ഞാൻ ഒരിടത്തും പോയിട്ടില്ല. നിങ്ങൾ കള്ളു കുടിച്ച് എന്തെങ്കിലും അസംബന്ധം പുലമ്പുന്നതിന് ഞാനെന്തു വേണം? അയാൾ ഈ തർക്കുത്തരം കേട്ട് കോപിച്ചു. കുറെ കാലമായി ഞാൻ നിന്നെക്കുറിച്ച് പല അപവാദങ്ങളും കേൾക്കുന്നു. അതൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ എനിക്ക് ബോധ്യമായി. ഞാൻ നിന്നെ വെറുതെ വിടാൻ ഭാവമില്ല. അയാൾ ഒരു വടിയെടുത്ത് അവളെ തല്ലിച്ചതച്ച് ഒരു തൂണിനോട് ചേർത്ത് കെട്ടിയിട്ടു. പിന്നെ കള്ളിന്റെ ലഹരിയിൽപ്പെട്ട് അവിടെ തന്നെ കിടന്നുറങ്ങിപ്പോവുകയും ചെയ്തു. ആ സമയത്ത് ചാലിയത്തിയുടെ സഖിയായ ഒരു ക്ഷുരക സ്ത്രീ അവിടെ വന്നു. ചാലിയൻ ഉറങ്ങുകയാണെന്ന് കണ്ട് അവൾ പറഞ്ഞു, സഖി, ദേവദത്തൻ പതിവ് സ്ഥലത്ത് നിന്നെയും കാത്തു നിൽക്കുന്നു. വേഗം ചെല്ലൂ. ചാലിയത്തി ദുഃഖപൂർവം പറഞ്ഞു, ഞാൻ എന്തു ചെയ്യും? എന്റെ സ്ഥിതി നോക്കൂ. എങ്ങനെ പോകും? ഇന്ന് എനിക്ക് വരാൻ പറ്റുകയില്ല എന്ന് ദേവദത്തനെ അറിയിക്കൂ. ക്ഷുരക സ്ത്രീ ഉപദേശിച്ചു. അത് ശരിയല്ല. നിന്റെ ഭർത്താവ് കള്ളുകുടിച്ച് ബോധം കെട്ട് കിടന്ന് ഉറങ്ങുകയാണല്ലോ. നേരെ പുലർന്നിട്ടല്ലാതെ ഇനി ഉണരുമെന്ന് തോന്നുന്നില്ല. ഞാൻ നിന്നെ കെട്ടഴിച്ചുവിടാം. എന്നെ നിന്റെ സ്ഥാനത്ത് കെട്ടിയിട്ട് നീ വേഗം ചെന്ന് ദേവദത്തനെ കണ്ടുവാ. പാവം, അയാൾ എത്ര നേരമായെന്നോ കാത്തു നിൽക്കുന്നു. ചാലിയെത്തി സന്തോഷപൂർവ്വം അത് സമ്മതിച്ചു. ക്ഷുരക സ്ത്രീ അവളെ കെട്ടഴിച്ചു വിട്ടു. അവൾ ക്ഷുരക സ്ത്രീയെ കെട്ടിയിട്ട് പോവുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ചാലിയൻ ഉണർന്ന് അവളോട് പറഞ്ഞു, ഇന്ന് മുതൽക്ക് നീ വീടിന് പുറത്തിറങ്ങുകയില്ലെന്നും എന്നോട് തോന്നിയവാസം പറയുകയില്ലെന്നും ഉറപ്പു പറഞ്ഞാൽ ഞാൻ നിന്നെ വിട്ടയക്കാം. ഒച്ച കേട്ടാൽ ആളെ തിരിച്ചറിയുമെന്ന ഭയത്താൽ ക്ഷുരക സ്ത്രീ ഒന്നും മിണ്ടാതെ തലകുനിച്ചിരുന്നു. ചാലിയൻ വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞു. എന്നിട്ടും ഉത്തരമില്ലെന്ന് കണ്ട് ദേഷ്യം സഹിക്കവയ്യാതെ ഒരു മൂർച്ചയുള്ള കത്തി എടുത്തുകൊണ്ടുവന്ന് അവളുടെ മൂക്ക് അരിഞ്ഞു കളഞ്ഞു. ഇനി ഇവിടെ തന്നെ ഇരുന്നാൽ മതി. പുറത്തെങ്ങും പോയിട്ട് ഒരു കാര്യവുമില്ല. ഇങ്ങനെ ഓരോന്ന് പുലമ്പി പുലമ്പി അയാൾ വീണ്ടും ഉറക്കത്തിൽപ്പെട്ടു. ദേവശർമ്മയാകട്ടെ പണം പോയതുകൊണ്ടുള്ള ദുഃഖത്താലും വിശപ്പ് നിമിത്തവും ഉറക്കം വരാതെ ഇതൊക്കെ കണ്ടുകൊണ്ട് കിടന്നു. കുറെ കഴിഞ്ഞപ്പോൾ ചാലിയെത്തി ദേവദത്തന്റെ കൂടെ സന്തോഷപൂർവ്വം സമയം കഴിച്ച് വീട്ടിൽ തിരിച്ചെത്തി. ക്ഷുരക സ്ത്രീയോട് ചോദിച്ചു, വിശേഷമൊന്നുമില്ലല്ലോ. ഞാൻ പോയ ശേഷം എന്റെ ഭർത്താവ് ഉണരുകയോ മറ്റോ ഉണ്ടായോ? ക്ഷുരക സ്ത്രീ മറുപടി പറഞ്ഞു, എന്റെ മൂക്കിനല്ലാതെ വേറെ വിശേഷമൊന്നുമില്ല. എന്നെ വേഗം കെട്ടഴിച്ചു വിടൂ. ഞാൻ വീട്ടിലേക്ക് പോകട്ടെ. ക്ഷുരക സ്ത്രീ പോയി. ചാലിയെത്തി സ്വയം ബന്ധനസ്ഥയായി തൂണിന്റെ ചുവട്ടിൽ തന്നെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ചാലിയൻ ഉണർന്ന് ഭാര്യയോട് പറഞ്ഞു, എന്താണൊന്നും മിണ്ടാത്തത്? നിന്റെ മൂക്ക് പോയില്ലേ? ഇനി ഞാൻ ചെവിയാണ് അരിഞ്ഞു കളയാൻ പോകുന്നത്. അപ്പോൾ അവൾ അധിക്ഷേപിച്ചു,
കഷ്ടം കഷ്ടം, മഹാപതിവ്രതയായ എന്നെ ഇങ്ങനെ ശകാരിക്കുന്നുവല്ലോ. ഈശ്വരന്മാരൊക്കെ കേൾക്കട്ടെ. എനിക്ക് പാതിവൃത്യമുണ്ടെന്നിരിക്കിൽ, മനസ്സുകൊണ്ടുപോലും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നിരിക്കിൽ, എന്റെ മൂക്ക് പഴയപടി കേടൊന്നും കൂടാതെ ആയിത്തീരട്ടെ. പാതിവൃത്യ പ്രവാഹം കൊണ്ട് എന്റെ മൂക്ക് മുൻപത്തെ പോലെ ആയിരിക്കുന്നു. ഇത് കേട്ട് ചാലിയൻ എഴുന്നേറ്റു നോക്കിയപ്പോൾ അവളുടെ മൂക്ക് കേടൊന്നും കൂടാതിരിക്കുന്നതും നിലത്ത് ചോര തളം കെട്ടി നിൽക്കുന്നതും കണ്ടു. അയാൾ അത്ഭുതത്തോടും പശ്ചാത്താപത്തോടും കൂടി അവളെ കെട്ടഴിച്ചുവിട്ട് മധുരവാക്കുകളോടെ സന്തോഷിപ്പിച്ചു. ദേവശർമ്മ സംഭവങ്ങൾ മുഴുവൻ കണ്ട് സവിസ്മയം വിചാരിച്ചു. ബുദ്ധിമതി തന്നെ. ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവശർമ്മ രാത്രി കഴിച്ചുകൂട്ടി. ശുരക സ്ത്രീ മുറിഞ്ഞ മൂക്കോടുകൂടി വീട്ടിലെത്തി ഇനി എന്തു വേണമെന്ന് ആലോചിച്ചു. അവളുടെ ഭർത്താവിന് തലേന്നു രാത്രി കാര്യവശാൽ രാജധാനിയിൽ താമസിക്കേണ്ടി വന്നു. രാവിലെ അയാൾ വീട്ടിലെത്തി. വാതിൽക്കൽ നിന്നുകൊണ്ട് ഭാര്യയെ വിളിച്ചു. അതെ, എന്റെ ക്ഷൗരപ്പെട്ടി എടുത്തുകൊണ്ടുവരൂ, പല സ്ഥലത്തും പോവാനുണ്ട്. അവളാകട്ടെ മുറിഞ്ഞ മൂക്കുമായി ഭർത്താവിന്റെ മുമ്പിൽ ചെല്ലാൻ മടിച്ച് ഒരു ക്ഷൗരക്കത്തി മാത്രം എടുത്ത് മറഞ്ഞു നിന്നുകൊണ്ട് അത് വാതിൽ പടിമേൽ വെച്ചു. പെട്ടി കൊണ്ടുവരാതെ വെറും കത്തി മാത്രം കൊണ്ടുവന്നതിൽ കോപിച്ച് ശൂരകൻ ആ കത്തിയെടുത്ത് അവളുടെ നേർക്കെറിഞ്ഞു. അവൾ ഇത് തന്നെ തരമെന്ന് നിശ്ചയിച്ച് ഉറക്കെ നിലവിളിച്ചു തുടങ്ങി. അയ്യോ, ഈ പാപി പതിവ്രതയായ എന്റെ മൂക്ക് അരിഞ്ഞു കളഞ്ഞുവല്ലോ, രക്ഷിക്കണേ. ഇതെല്ലാം അറിഞ്ഞ് രാജഭൃത്യന്മാർ വന്ന് ശുരകനെ പിടിച്ചുകെട്ടി. മൂക്ക് മുറിഞ്ഞ പെൺകുട്ടിയെയും കൂട്ടി ന്യായാധിപന്റെ അടുത്തു ചെന്ന് രാജഭൃത്യന്മാർ അവിടെ കൂടിയിട്ടുള്ള ന്യായവേദികളായ മാന്യപൗരന്മാരോട് പറഞ്ഞു, എല്ലാവരും കേൾക്കുക. ഈ ശുരകൻ നിരപരാധിനിയായ ഇവളുടെ മൂക്കരിഞ്ഞിരിക്കുന്നു. ഉചിതമായ ശിക്ഷ തന്നെ കൊടുക്കണം. അവരിൽ ഒരാൾ ശുരകനോട് ചോദിച്ചു, എടോ, താൻ എന്താണ് ഈ കാണിച്ചത്? ഭാര്യയുടെ മൂക്കരിഞ്ഞിരിക്കുന്നുവോ? അവൾ എന്തു കുറ്റം ചെയ്തു? ശുരകൻ മറുപടി ഒന്നും പറയാൻ ആളായില്ല. അയാൾ മിണ്ടാതിരിക്കുന്നത് കണ്ട് മറ്റൊരു മാന്യൻ പറഞ്ഞു, രാജഭൃത്യന്മാർ പറഞ്ഞത് ശരി തന്നെ. ഇവൻ മഹാപാപിയാണ്. നിരപരാധിയായ ഈ സ്ത്രീയെ ഇവൻ ദ്രോഹിച്ചു കളഞ്ഞുവല്ലോ. അതുകൊണ്ട് ഇവനെ ശൂലത്തിന്മേലേറ്റി കൊല്ലണം. എല്ലാ മാന്യന്മാരും അത് ശരിവെച്ചു. ന്യായാധിപൻ അങ്ങനെ തന്നെ വിധി പ്രസ്താവിക്കുകയും ചെയ്തു. ശുരകനെ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ട് ദേവശർമ്മ ന്യായാധിപന്റെ അടുത്തു ചെന്ന് പറഞ്ഞു, ഈ ശുരകൻ നിരപരാധിയാണ്. ഞാൻ പറയുന്നത് കേൾക്കൂ. ആടുകളുടെ യുദ്ധത്തിൽ കുറുക്കൻ, ആഷാഢഭൂതി കാരണം ഞാൻ, മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടുകയാൽ ദൂതി, മൂവരും സ്വന്തം തെറ്റുകൊണ്ടാണ് നശിച്ചത്. ഇങ്ങനെ പറഞ്ഞ് ദേവശർമ്മ നടന്ന കഥ മുഴുവൻ വിവരിച്ചു. അത് കേട്ട് ന്യായാധിപൻ പറഞ്ഞു, ശുരകനെ വിട്ടയച്ച് അവന്റെ ഭാര്യയെ ശിക്ഷിക്കണം. ഇവളുടെ മൂക്ക് എങ്ങനെയായാലും സ്വന്തം പ്രവൃത്തി കൊണ്ട് മുറിഞ്ഞു പോയല്ലോ, ഇനി ചെവികൾ അരിഞ്ഞു കളയുക തന്നെ. രാജഭൃത്യന്മാർ ഉടൻ ശുരക സ്ത്രീയുടെ ചെവികൾ അരിഞ്ഞു കളഞ്ഞു. അതിനുശേഷം ദേവശർമ്മ പണം നഷ്ടപ്പെട്ട സങ്കടം തീർന്ന് സ്വന്തം ആശ്രമത്തിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്തു. ഇതാണ് സ്വന്തം തെറ്റുകൊണ്ട് നശിച്ച കഥ. കരടകൻ ചോദിച്ചു, ആകട്ടെ, നാം ഇപ്പോൾ എന്തു ചെയ്യണമെന്നാണ് നിന്റെ അഭിപ്രായം? ദമനകൻ മറുപടി പറഞ്ഞു, എങ്ങനെയെങ്കിലും സഞ്ജീവകനെ നമ്മുടെ സ്വാമിയിൽ നിന്ന് വേർപെടുത്തണം. ഞാൻ ഇനി അതിനുവേണ്ട ശ്രമങ്ങൾ തുടങ്ങുകയായി. അവരറിയാതെ തന്നെ അവരെ വേർപിരിക്കാനുള്ള സൂത്രം കണ്ടുപിടിക്കണം. സാമർഥ്യപൂർവ്വം ഒളിപ്പിച്ചു വെച്ച കള്ളം കണ്ടുപിടിക്കുവാൻ സാക്ഷാൽ ബ്രഹ്മാവിനും കൂടി സാധിക്കുകയില്ല. ചാലിയൻ വിഷ്ണുരൂപത്തിൽ രാജകുമാരിയെ പ്രാപിച്ച കഥ കേട്ടിട്ടില്ലേ? കരടകൻ സകൗതുകം ചോദിച്ചു. അതെന്തു കഥയാണ്? അപ്പോൾ ദമനകൻ ഒരു കഥ പറഞ്ഞു. ആ കഥ കേൾക്കാൻ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക് യു.